നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ChatGPT 4 മാസ്റ്റർ സബ്സ്ക്രിപ്ഷൻ $20 ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മെത്തേഡാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ChatGPT 4 ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് എവിടെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിൻ്റെ പ്രോസസ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫയൽസും അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് AI സെറ്റിങ്സ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് OpenAI GPT-4 എന്ന് കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് GPT-4 ആണ്. ഇവിടെ നിങ്ങൾക്കിത് എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ മാർക്കറ്റിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോൺ എങ്ങനെയാണ് വേണ്ടത് എന്ന് അത് ഡിഫോൾട്ടായിട്ട് ഓൾറെഡി അത് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോൺ അവിടെ ചേഞ്ച് ആവും. നിങ്ങളെ ആവശ്യാനുസരണം അത് അവിടെ സെലക്ട് ചെയ്യാം. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ GPT-4നോട് എന്ത് ചോദിക്കണമെങ്കിലും ചോദിക്കാം. വാട്ട് ഈസ് GPT-4 എന്നാണ്. എന്നിട്ട് ഈ സെൻഡ് എന്ന് പറഞ്ഞ ഈ ബട്ടണിൻ്റെ മുകളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട, ഇത് കണ്ട് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വെബ്സൈറ്റിൻ്റെ പേരെന്താണെന്ന്. അതിനുശേഷം ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യും. ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ മുഴുവൻ ആർട്ടിക്കിളിന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തംസ് അപ്പ് എന്നവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ തംസ് ഡൗൺ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ കീപ് ഗോയിങ് എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കൂടെ എഴുതി വരും. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അവിടെ താഴെ സ്റ്റോപ്പ് ബട്ടൺ എന്നവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിലൊരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. GPT-4 നിങ്ങളിപ്പം ഫ്രീയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നിങ്ങളൊന്നും അടയ്ക്കേണ്ട. അത് കാരണത്താൽ നിങ്ങൾക്ക് ഇതിലൊരു ചെറിയ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് അപ്ഗ്രേഡിൻ്റെ ബട്ടൺ കാണാം. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രതിമാസം $20 അല്ലെങ്കിൽ $45 അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് യൂസേജ് എന്ന് എഴുതിയിട്ട് കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. മൊത്തത്തിൽ നിങ്ങൾക്ക് 15 പ്രാവശ്യം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് ഒരു നോട്ട് പാഡിൽ ആദ്യം സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ ഷോർട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി ഇതിൻ്റെ ലിമിറ്റ് എപ്പോഴാണോ തീരുന്നത് വെച്ചാൽ അന്നേരം നിങ്ങൾ ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ഒരു പുതിയ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് വീണ്ടും സൈൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഏത് വെബ്സൈറ്റാണ്, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോവുക. എന്നിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക ടെംപ് മെയിൽ. ഇവിടെ നിങ്ങൾക്ക് കുറേ മെയിലിൻ്റെ ഇത് കാണാം. അതിൽ ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ടെംപ് മെയിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു കാണാൻ പറ്റും എൻ്റെ അടുത്തൊരു ടെംപ് മെയിൽ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഗൂഗിളിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക ജൂലിയസ് AI. അതിനുശേഷം ഈ ആദ്യത്തെ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പേജിൽ ലേശം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ സൈൻ അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ തിരിച്ച് ആ ടെംപ് മെയിലിൽ പോയിട്ട് ആ ഇമെയിൽ കോപ്പി ചെയ്യുക. അതിനുശേഷം അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. താഴെ നിങ്ങൾക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ താഴെ ശ്രദ്ധിക്കണം, താഴെ എല്ലാവരിലും ടിക്ക് മാർക്ക് വരണം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് നൗ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യുക. വെരിഫൈ യുവർ ഇമെയിലിൻ്റെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെംപ് മെയിലിൽ പോയിട്ട് കൺഫേം മൈ അക്കൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷമുള്ള പ്രോസസ്സെല്ലാം ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്